നിയുക്ത ജനപ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കും ആദരമൊരുക്കി ആനമല ഗ്രൂപ്പ്. ആനമല ഹോം സ്റ്റേയിൽ നടന്ന ആദര സദസ്സ് രാംകുമാർ നമ്പ്യാത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് പരിധിയിലെ നിയുക്ത ജനപ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കുമാണ് ആനമല ഗ്രൂപ്പ് സ്നേഹാദരമൊരുക്കിയത്. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മാധ്യമപ്രവർത്തകരും പങ്കുവച്ചു. ആനമല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ ആനമലയുടെ മാതാവ് സാലിഹ ജനപ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കുമുള്ള സ്നേഹാദരം നൽകി. നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ ആദര സദസ്സിന് അധ്യക്ഷത വഹിച്ചു. ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കുകയും ഇവിടുത്തെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേ മത്സരിച്ചു നമ്മുടെ പഞ്ചായത്തിനകത്ത്. നമുക്കറിയാം എന്തായാലും ഒരു ആളാണ് വിജയിച്ചു വരിക. എത്ര ആൾ മത്സരിച്ചാലും ഒരാളാണ് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിലെ ഇതുപോലുള്ള നൗഫലിനെ പോലുള്ള ആളുകൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് ഒട്ടനവധി സാധ്യതകളുണ്ട് ടൂറിസം മേഖലയുമായി. അതെല്ലാം പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി മുഴുവൻ മെമ്പർമാരും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ തന്നെ സഹകരിച്ച് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പൗരപ്രമുഖൻ രാംകുമാർ നമ്പ്യാത്ത് ഭദ്രദീപം തെളിയിച്ച ആദര സദസ്സിൽ നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ രാധാകൃഷ്ണൻ, സ്മിത സുകുമാരൻ, ജയന്തി, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ അമ്പിളി, രശ്മി, ഷീല പണിക്കർ, സജയ് കുമാർ, മനോജ് കുമാർ, ജാഫർ പരുത്തിപ്ര, അംബിക രാമകൃഷ്ണൻ, സൗമ്യ സുരേഷ്, മോനിഷ സുജിത്, പത്മിനി, ദിലീപ് മോൻ, ഷമീർ അലി, സജിത, ബേബി രജിത, ശരണ്യ, ഉഷ അകമ്പാടത്ത്, കൃഷ്ണപ്രസാദ്, മാധ്യമപ്രവർത്തകരായ സുനിൽ പൊന്നാത്ത്, ശശികുമാർ പകവത്ത്, ഭാനുപ്രകാശ്, സിബി പഴയന്നൂർ, കെ സുരേന്ദ്രൻ, CP ഷാനോജ്, CG ഗോവിന്ദ്, രാജു വെട്ടുകാടൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. മനോജ് ചീരാത്ത് സ്വാഗതവും ആനമല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ ആനമല നന്ദിയും പറഞ്ഞു. അതിൻ്റെ കൂടുതൽ ആനമലയുടെ കഥകൾ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം. എന്നെ അറിയുന്ന തിരുവില്ലാമലക്ക് ഒരുപാർക്ക് അറിയാം ആനമല എന്തൊക്കെയാണെന്നുള്ളത്. എനിക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത ഈ 22 പ്രതിനിധികളോടാണ്. നിങ്ങൾ ഒരു പഞ്ചായത്ത്, ഇതൊരു രാജ്യം എന്ന് കണക്കാക്കുക. നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുക, ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ അതിൻ്റെ ലീഡറാണ് അത് പഠിക്കുക. ഏതാണ് ബിസിനസ് ചെയ്യുക, എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, എന്തൊക്കെ ചാലഞ്ചസ് വരും. അത് ഞങ്ങൾ പലപ്പോഴും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ മറ്റു പല കമ്പനികളുടെയും കേസ് സ്റ്റഡി, അവരുടെ സക്സസ് സ്റ്റോറി പഠിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിരുവില്ലാമല വലിയൊരു പൂങ്കാവൻ മാറ്റാവുന്നതായിരിക്കും. കേരളത്തിൽ നമ്മുടെ ഇതുപോലെ സ്ഥലങ്ങൾ വലിയൊരു ഫാക്ടറി ആ കാര്യങ്ങളൊന്നും ഞാൻ സ്വപ്നം കാണുന്നില്ല. പക്ഷേ ഒരുപാട് MSMEകൾ, സ്മോൾ മൈക്രോ മീഡിയം എൻ്റർപ്രൈസുകൾ. ആക്ച്വലി ഞാൻ ഇന്ന് വന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈ ഒരു ദിവസം അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് വിചാരിച്ചപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ക്ലബ് ചെയ്ത് വന്നതാണ്. അപ്പോൾ 1 കോടി വരയ്ക്കുമുള്ള ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ബാക്കി 90 ലക്ഷം ഗവൺമെന്റിന്റെ ഗ്രാൻറ്റും പിന്നെ ലോണും, അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വാർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഭരണാധികാരികൾ, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. എന്തൊക്കെയാണ് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായത്, പൊല്യൂഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുണ്ട്. അതല്ലാതെ കുറെ പ്രൊഫഷണൽസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മാത്രം തന്നെ ഒരു വർഷം ഏകദേശം 100ഓളം തിരുവില്ലാമലക്കാർ ജോലി അന്വേഷിച്ചു. ഞാൻ ചിലപ്പോൾ 3-4 പേർക്ക് എനിക്ക് പറ്റാറുള്ളൂ.